Hi friends, welcome to my frocks. ഇന്ന് മൈ ഫ്രോക്സിൽ ഞാനൊരു ഇലാസ്റ്റിക് നൈറ്റിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന തുടക്കക്കാർക്ക് പോലും അതായത് റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെത്തേഡാണിത്. അതുപോലെ തന്നെ ഇലാസ്റ്റിക് നൈറ്റി തയ്ക്കുന്നതിന് നമ്മൾ മറ്റ് നൈറ്റി തയ്ക്കുന്ന അത്രയും അളവുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഇലാസ്റ്റിക് നൈറ്റിയുടെ അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ നൈറ്റി കട്ട് ചെയ്യുന്നതിന് എടുത്തിട്ടുള്ള തുണിയെ. ഇത് 3 മീറ്റർ നീളമുള്ള തുണിയാണ്, 34 ഇഞ്ച് വീതിയുമുള്ള തുണിയാണ്. നമ്മൾ നൈറ്റി പീസ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ക്ലോത്ത് തന്നെയാണിത്. ക്ലോത്തിനെ ഞാൻ ഇങ്ങനെ കണ്ടോ ലെങ്ത് വൈസ് ആദ്യം 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം വീതി ഭാഗം കൊണ്ട് ഇങ്ങനെയും മടക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 4 പീസ് ക്ലോത്ത് ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ 4 പീസ് ക്ലോത്ത് ഉണ്ട്. ഇവിടെ മുറിയാത്ത ഭാഗമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നത്. അതുപോലെ ലെങ്ത് വൈസ് ആണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത് മനസ്സിലാകും. ഇത്രയും നീളം ഉള്ളതുകൊണ്ട് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി എലാസ്റ്റിക് നൈറ്റി ആകുമ്പോൾ മറ്റ് നൈറ്റിയുടെ അത്രയും മെഷർമെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ആദ്യം എലാസ്റ്റിക് നൈറ്റിക്ക് നമ്മൾ ആദ്യം ഇതിൻ്റെ ലെങ്ത്, നമുക്ക് ആവശ്യമായ ലെങ്ത് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നൈറ്റിയുടെ ക്ലോത്ത് എടുക്കുമ്പോൾ എപ്പോഴും താഴെ നിന്നും, കാരണം ഇവിടെ പ്രിൻ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഡിസൈനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് എടുത്താൽ ഇത് കിട്ടില്ല. അപ്പോൾ ഫുൾ ലെങ്ത് ആവശ്യമുള്ളവർക്കാണെങ്കിൽ മുകളിൽ നിന്ന് തന്നെ എടുത്തു തുടങ്ങാം. ഇതിപ്പോൾ എനിക്കിവിടെ ഫുൾ ലെങ്ത് ആവശ്യമില്ല, 50 ഇഞ്ച് നീളം മതി. അതുകൊണ്ട് ഞാൻ താഴെ നിന്നുമാണ് 50 ഇഞ്ച് മുകളിലേക്ക് ആണ് മാർക്ക് ചെയ്ത് പോകുന്നത്. കണ്ടോ, ഇവിടെ വരെ 50 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്, സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഇത്രയാണ് 50 ഇഞ്ച്. ഇതിപ്പോൾ നമുക്ക് എക്സ്ട്രാ തുണിയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഇത് ശരിക്കും ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട്, ഒരു ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2.5 ഇഞ്ചോളം വീതി വേണം. അതുപോലെ തന്നെ താഴെ മടക്കി തയ്ക്കുന്നതിൻ്റെ ക്ലോത്ത്, അങ്ങനെ സീം അലവൻസ് കൂടെ കൂട്ടിയിട്ടുള്ള അളവാണ് ഈ 50 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ആയിട്ട് ഈ ലൈനിൽ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ നൈറ്റിയുടെ മുകളിലത്തെ പോർഷനാണ് ഈ 9 ഇഞ്ച് എന്ന് പറയുന്നത്. ഈ ലൈനിൽ നിന്നും ഒരു 4 ഇഞ്ച് താഴ്ത്തി ഞാനിവിടെ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നു. ചെസ്റ്റിൻ്റെ അളവിനോട് കൂടി, ഇപ്പം നൈറ്റി ആയതുകൊണ്ട് നമ്മൾ ലൂസ് ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട അളവ് 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഇലാസ്റ്റിക് നൈറ്റി ആയതുകൊണ്ട് നിറയെ ഞുറുവൽ കിടക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഒരു 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ എടുത്ത അളവിൽ നിന്നും ഈ താഴത്തെ ലൈനിലേക്ക്, ഇത് നമ്മുടെ ആം ഹോളാണ്, ഇങ്ങോട്ടേക്ക് ഒരു കർവായിട്ട് വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് താഴേക്ക് വരയ്ക്കുക. ഒരു നമ്മൾ ഹിപ്പിൻ്റെ, നോർമലി നമ്മൾ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആ ഹിപ്പിൻ്റെ പോർഷൻ വരെയൊക്കെ ഷേപ്പ് ചെയ്യത്തില്ലേ, അതുപോലെ ഒരു കുറച്ച് താഴേക്ക്, അതായത് ടോപ്പ് ഭാഗത്ത് നിന്ന് ഏകദേശം 16-18 ഇഞ്ച് താഴെ വരെ, ഒരു 18 ഇഞ്ച് താഴെ വരെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് 18 ഇഞ്ച് വരെ വരയ്ക്കുക. താഴെ വരെയും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇത് കട്ട് ചെയ്യേണ്ട എക്സ്ട്രാ പീസാണ് ഇവിടം. അപ്പോൾ ഈ ലൈനിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുവഴി താഴേക്ക് കട്ട് ചെയ്യുക. നൈറ്റിയുടെ താഴത്തെ പോർഷൻ വെട്ടിക്കഴിഞ്ഞു. ഇതിപ്പം ഫ്രണ്ടും ബാക്കുമായിട്ടാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ ആയിരിക്കും. അതായത് 2 പീസായിട്ട് ഫ്രണ്ടും ബാക്കുമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവും ഷോൾഡറിൻ്റെ പോർഷനുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിപ്പോൾ നമ്മളിവിടെ ഈ എടുത്ത എക്സ്ട്രാ ക്ലോത്തിൽ നിന്നുമാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് സ്ലീവാണ്. അപ്പോൾ ബാലൻസ് ക്ലോത്തിൽ നിന്നാണ് നമ്മൾ സ്ലീവ്, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ബാലൻസ് ക്ലോത്ത് കിട്ടും, അതിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ 6.5 ഇഞ്ചാണ് നീളം എടുക്കുന്നത് സ്ലീവിൻ്റെ മാത്രമായ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ നിന്നും ഈ പോയിന്റിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ താഴത്തെ വണ്ണം, കൈയുടെ വണ്ണവും കൂടി മാർക്ക് ചെയ്യുക. 6.5, ഞാനിവിടെ 6.5 മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് മാർക്ക് ചെയ്ത് പോവുക. ഇനി ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ പോർഷനിൽ നിന്ന്. നമുക്ക് ഷോൾഡർ ഭാഗത്തേക്കുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഷോൾഡർ പോർഷൻ്റെ തുണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം, നമ്മൾ എത്രയാണോ കഴുത്തിന് ഇറക്കം എടുക്കുന്നത്, ചിലർ 5 ഇഞ്ചായിരിക്കും, 4.5 ഇഞ്ചായിരിക്കും, 5.5 ഇഞ്ചായിരിക്കും, അങ്ങനെ വേരിയേഷൻ ഉണ്ടാവാം. അപ്പം നമ്മൾ എടുക്കുന്ന എത്രയാണോ അതനുസരിച്ച്, ഇപ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും കൂടിയുള്ള പീസാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഷോൾഡറിൽ നിന്നുമാണല്ലോ നമ്മൾ അളവെടുത്ത് നോക്കുന്നത്. അപ്പോൾ 5 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ബാക്കിലും അതേ സെയിം വരും. അപ്പോൾ ടോട്ടൽ 10 ഇഞ്ച് വേണം. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ കൂട്ടി നമ്മളൊരു 12 ഇഞ്ച് നീളത്തിലാണ് ക്ലോത്ത് എടുക്കുന്നത്.
കണ്ടോ 12 ഇഞ്ചാണ് ഇവിടെ ലെങ്ത് വേണ്ടത്. അതുപോലെ തന്നെ ഷോൾഡർ ഭാഗത്ത് ഈ ക്ലോത്തിൻ്റെ വീതി 2.5 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ നമ്മൾ എത്രയാണ് നിങ്ങൾ നോർമലി എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇറക്കം ഇത്രയുമാണ്. എന്നിട്ട് ഇതുപോലെ 12 ഇഞ്ച് നീളമുണ്ട്. ഇതിന് 12 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയുമുള്ള 4 എണ്ണം ഒരുപോലെയുള്ള 4 തുണികൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് എലാസ്റ്റിക് കൂടി കട്ട് ചെയ്തെടുത്താൽ മതി. അതോടുകൂടി നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് ആണുള്ളത്. ഞാനിവിടെ 2 ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ നീളം 9 ഇഞ്ചാണ്. 9 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക്. ഇത് നമുക്ക് ഈ ടോപ്പ് ഭാഗത്തായിട്ട് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ മെഷർ ചെയ്ത് 9 ഇഞ്ചാണ്. ആ നീളമാണ് എലാസ്റ്റിക്കിൻ്റെ നീളമായിട്ട് എടുക്കുക. എലാസ്റ്റിക് ആ നീളത്തിലുള്ള എലാസ്റ്റിക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിത് ഇവിടെ 8 ഇഞ്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 8 ഇഞ്ച് നീളത്തിൽ എടുക്കുക. നമ്മൾ ഈ ലെങ്തിലുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകുന്നതിന് വേണ്ടി പറയുകയാണ്. ഇതിപ്പോൾ നമ്മൾ 4 തുണി മടക്കിയിട്ടിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വിടർത്തി ഇടുമ്പോൾ കണ്ടോ ഇതിപ്പോൾ 2 പീസായി. ഫ്രണ്ടും ബാക്കുമായിട്ടുള്ള 2 പീസായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ വെക്കാനുള്ള എലാസ്റ്റിക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 9 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ ടോട്ടൽ വന്നിട്ട് 18 ഇഞ്ചുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ചുരുങ്ങി ഇലാസ്റ്റിക് വന്നിട്ട് ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരെ പകുതി ഇലാസ്റ്റിക് എടുക്കുന്നത്. അപ്പം പകുതി ആകുമ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന്. ഇനി നമ്മൾ ഈ 2 പീസും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ പീസും ഈ ടോപ്പ് പോർഷൻ ഉണ്ടോ ഈ ഭാഗം മടക്കി തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ആദ്യം ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ വീതി ഇത് ഏകദേശം 1 ഇഞ്ചുള്ള ഇലാസ്റ്റിക്കാണ്. 4 ഇഞ്ചിൽ കൂടുതലുള്ള ഇലാസ്റ്റിക്കാണ്. അപ്പോൾ 1 ഇഞ്ച് വരെയാണ് നമ്മൾ എടുക്കാറുള്ളത് സാധാരണ. ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇലാസ്റ്റിക് കാണാത്ത രീതിയിൽ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് തയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഇലാസ്റ്റിക് മറയേണ്ട ആ വീതിയിൽ ഏകദേശം 2-2.5 ഇഞ്ചോളം വരും. ഇത്രയും വീതി വരുമ്പോൾ 2 ഇഞ്ചോ 2.5 ഇഞ്ചോളം വരും. ഇത് ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് ഇങ്ങനെ നമ്മൾ മടക്കി തയ്ക്കുക. ഇലാസ്റ്റിക് വെച്ചല്ല തയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ മടക്കി തയ്ച്ചിട്ട് നമുക്കിതിന് ഉള്ളിൽ ഇലാസ്റ്റിക് കടത്തി വെക്കുക. അല്ലെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടും തയ്ക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വെച്ച് തയ്ക്കാൻ ഇങ്ങനെ വെച്ചിട്ട് ഈ പോർഷനിൽ കൂടി ഇങ്ങനെ തയ്ച്ചു പോകാം ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ. അല്ലെങ്കിൽ ആദ്യം ഇലാസ്റ്റിക് മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒരു പടി ഇങ്ങനെ മടക്കി തയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക് ഇതിനുള്ളിൽ കടത്തി വെക്കാം. അതിന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വീതിയിൽ ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക് വെച്ച് നോക്കുക. ഇലാസ്റ്റിക്കിൻ്റെ വീതിയേക്കാൾ കൂടുതൽ വേണം. കാര്യം ഇലാസ്റ്റിക് ഇതിനുള്ളിൽ കടത്തേണ്ടതാണ്. ഇലാസ്റ്റിക്കിനേക്കാൾ ഒരു 4 ഇഞ്ചൊക്കെ അധികം നിൽക്കണം. ഇത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ ഫ്രണ്ട് 2 പീസുകളും ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതുപോലെ ഞാൻ 2 പീസുകളും മുകൾ ഭാഗം കണ്ടോ മടക്കി തയ്ച്ചിട്ടുണ്ട്. മടക്കി തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നതാണ്. ഈ ആം ഹോൾ ഞാൻ ആദ്യം 4.5 കട്ട് ചെയ്തിരുന്നു. 4 ഇഞ്ചോളം കട്ട് ചെയ്തിരുന്നു. അപ്പോൾ കൂടത്തില്ലേ എന്ന് നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ഏകദേശം 2 ഇഞ്ചോളം കുറയും. 2 ഇഞ്ച് കുറയും. അപ്പോൾ പിന്നെ ബാലൻസ് ഇവിടെ 2 ഇഞ്ചേ വരികയുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. നമ്മൾ സാധാരണ ഞാൻ ഇതിനു മുമ്പ് പ്ലീറ്റഡ് നൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ കാണിച്ചിട്ടുണ്ട് സ്കേർട്ടിൻ്റെ പോർഷനിൽ ഇതുപോലെ താഴത്തെ പോർഷനിൽ 2 ഇഞ്ച് ഇങ്ങനെ കടത്തി വെട്ടുന്നത്. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് തന്നെ വരികയുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് മടക്കി തയ്ച്ചതിലേക്ക് ഇനി ഇലാസ്റ്റിക് കടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇലാസ്റ്റിക് കടത്തുന്ന നമുക്ക് ഇലാസ്റ്റിക് വെച്ച് വേണമെങ്കിലും ഇതിൽ വെച്ച് വലിച്ച് തയ്ക്കുക വേണമെങ്കിലും ചെയ്യാം. ഞാൻ അങ്ങനെ തയ്ക്കുന്ന ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുന്ന ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ എന്നിട്ട് നമ്മൾ പിന്നിൽ ഇതുപോലെ നമ്മൾ ചുരിദാറിൻ്റെ പാൻറ്റിലൊക്കെ സ്ട്രിങ് കടത്തത്തില്ലേ, അതുപോലെ തന്നെ ഇതേപോലെ ഇതിനുള്ളിൽ കൂടി ഈ ഇലാസ്റ്റിക് കടത്തി പോവുക. ഇതുപോലെ എലാസ്റ്റിക് കടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ 2 പീസിലും ബാക്കിലും ഫ്രണ്ടിലുമുള്ള 2 പീസിലും ഇതുപോലെ എലാസ്റ്റിക് കടത്തുക. അതിനുശേഷം ഈ പോർഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കാര്യം ഇലാസ്റ്റിക് ഇവിടെ നിന്നും അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് കയറിപ്പോകും. തുണി കൂടുതലും എലാസ്റ്റിക് കുറവുമാണല്ലോ ഇവിടെ. അതുകൊണ്ട് ഇലാസ്റ്റിക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. 2 പോർഷനിലും ഓരോ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്രിൽസ് ഈക്വലാക്കി ഇടുക. ഇവിടെ ഫുള്ളായിട്ട് ഈക്വലാക്കി ഇട്ടതിന് ശേഷം ഇതൊന്ന് വലിച്ചു പിടിച്ച് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. കാരണം ഇലാസ്റ്റിക് അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുകയോ മറ്റോ ചെയ്യുക, തിരിഞ്ഞൊക്കെ മറിഞ്ഞൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിച്ചു പിടിച്ച് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. 2 പീസിലും ഇതുപോലെ തന്നെ ചെയ്യുക. അതേ ഇലാസ്റ്റിക്കും ഈ തുണിയും കൂടി സൈഡിലൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ഈ സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ 2 പീസിലും ചെയ്യണേ. കുറേ തയ്ച്ച് പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, മാറിപ്പോവാതെ അഡ്ജസ്റ്റ് ചെയ്തവർ തയ്ച്ചോളും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറിപ്പോവും. ഇനിയിപ്പോൾ ഈ ഫ്രിൽസ് കണ്ടോ, ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിപ്പോവില്ല ഇലാസ്റ്റിക്കിനുള്ളിൽ നിന്ന്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇലാസ്റ്റിക് വലിച്ചു വെച്ച് ഇങ്ങനെ വെച്ച് വേണമെങ്കിലും തയ്ക്കാം. അപ്പം ഇലാസ്റ്റിക്കിൻ്റെ ഇലാസ്റ്റിക് വലിയത്തില്ല. ഇങ്ങനെ ഇതേപോലെ ഫ്രിൽസ് കൂട്ടി പിടിച്ച് വെച്ച് തയ്ച്ചാൽ. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഒരു പർപ്പസും കൂടി ഉണ്ടെങ്കിൽ വേണം എന്നുള്ളവർ കുറച്ചൊന്ന് ചെറുതായിട്ട് വലിച്ചു വെച്ചുകൂടി തയ്ച്ചു കൊടുക്കുക.
ഇതേപോലെ വലിച്ച് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് വേണം തയ്ക്കാൻ. ഇങ്ങനെ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് വേണം തയ്ക്കാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസില്ലേ, 4 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോൾഡർ ഭാഗത്തേക്ക്. അതിപ്പോൾ നമ്മൾ വണ്ണമുള്ളവരാണെങ്കിൽ 3 ഇഞ്ചൊക്കെ എടുക്കണം കേട്ടോ. അത് നിങ്ങൾ എത്രയാണ് ഷോൾഡർ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഈ എഡ്ജിൽ കൂടി ഒരു 4 ഇഞ്ച് വിട്ട് തയ്ക്കുക. ഈ ഭാഗത്തൂടി തയ്ക്കുക. അതുപോലെ 2 പീസും തയ്ച്ച് തിരിച്ചെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ റിവേഴ്സ് ചെയ്തെടുക്കുക. നല്ല ഭാഗം ഇങ്ങനെ റിവേഴ്സ് ചെയ്തെടുത്തിട്ട് ഈ എഡ്ജിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. പതിച്ചടിച്ചാൽ മതി, പൊങ്ങി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി എഡ്ജിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഇതുപോലെ എഡ്ജിൽ കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ 2 പീസും ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചു വെച്ചിരിക്കുന്ന പീസുകളുണ്ടല്ലോ, ഫ്രണ്ട് പീസും ബാക്ക് പീസുമായിട്ട് 2 പീസ് നമ്മൾ തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഇനിയും ഇവിടെ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം വരുന്ന ആ പോർഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ അകലം എത്രയാണ് നമ്മൾ നോർമലി എടുക്കുന്നതെന്ന് വെച്ചാൽ അത് എടുക്കുക. നിങ്ങൾ നൈറ്റിക്ക് 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച്, ചുരിദാറിൻ്റെ മെഷർമെൻറ്റ് എടുത്താൽ മതി. 2.5 ആണെങ്കിൽ 2.5. അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് ഈ സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നിങ്ങൾ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ കഴുത്തകലം 5 ഇഞ്ചാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ഈ പീസ് 2 പീസായിട്ട് തയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. ഇത് ഷോൾഡർ ഭാഗത്താണ് വരുന്നത്. അപ്പം ഇതും അതുപോലെ തന്നെ ഇങ്ങനെ മടക്കിയിട്ട് കൃത്യമായിട്ട് മടക്കിയിട്ട് നമ്മുടെ കഴുത്തിറക്കം, നമ്മൾ ചുരിദാറിനും നൈറ്റിക്കും ഒക്കെ നിങ്ങൾ എടുക്കുന്ന കഴുത്തിറക്കം എത്രയാണെന്ന് വെച്ചാൽ 5 ഇഞ്ചെങ്കിൽ 5 ഇഞ്ച്, 5.5, 6, അത് ഓരോരുത്തരുടെ അവരവർക്ക് ഇഷ്ടം അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് 2 പീസ് ഉണ്ട്. അപ്പം ഇത് ഫ്രണ്ടിൽ ഇതിങ്ങനെ വരുന്നതാണ് കണ്ടോ. ഇത് ഫ്രണ്ടിലും വരും. ഇത് നമ്മൾ ബാക്ക് പീസിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ മാർക്ക് ചെയ്ത കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്ത ഈ മാർക്കിങ്ങിൽ ഈ മാർക്കിങ് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തയ്ക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വരേണ്ടത്. ഇത് സ്ലീവ് പിടിപ്പിക്കേണ്ട പോർഷനാണ്. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രണ്ട് പീസിൽ ചെയ്തതുപോലെ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സ്ട്രാപ്പും കണ്ടോ, ഇവിടെയും നമ്മൾ ഇങ്ങനെ വെച്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ഒരേപോലെ ഈ ഭാഗത്തും ഒരുപോലെ മാർക്ക് ചെയ്ത് പോവുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഈ മാർക്കിങ്ങിൽ വെച്ച് ഇതുപോലെയുള്ള അടുത്ത സ്ട്രാപ്പും ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് 2 സൈഡിലും തയ്ച്ചു പിടിപ്പിക്കുക. ഇവിടെ സ്ട്രാപ്പ് 2ഉം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സ്ട്രാപ്പിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ കഴുത്തിറക്കം വേണ്ടത് ആ അളവാണ് സ്ട്രാപ്പിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവ് ഇതേപോലെ സ്ലീവിൻ്റെ ഈ ടോപ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് താഴെ ഈ ഭാഗത്തേക്കും കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് പിടിപ്പിക്കുക. അതുപോലെ 2 സ്ലീവും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. ഈ പോർഷൻ വരുമ്പോൾ കണ്ടോ, ഇവിടേക്ക് വെച്ചിട്ട് താഴെ ഈ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് വെച്ച് തയ്ക്കുക. ഇതുപോലെ 2 സ്ലീവ് നമ്മൾ തയ്ച്ചു പിടിപ്പിക്കുക. ഇവിടെ 2 സ്ലീവും കണ്ടോ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ മടക്കി തയ്ക്കുക. അതിനുശേഷം മറിച്ചെടുത്തിട്ട് ചീത്ത ഭാഗം എടുത്തിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ ഈ ഭാഗത്തോട്ട് കൈയുടെ വണ്ണം നോക്കി മാർക്ക് ചെയ്യുക. ഇവിടുത്തെ കൈയുടെ താഴത്തെ ആ വണ്ണം മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അവരവരുടെ വണ്ണം അനുസരിച്ച് മാർക്ക് ചെയ്ത് താഴേക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് എൻഡ് വരെ, ഈ നൈറ്റിയുടെ എൻഡ് ഭാഗം വരെ ഉണ്ടോ താഴത്തെ ഭാഗം വരെയും ഇതേപോലെ കൂട്ടി തയ്ക്കുക. ഇതുപോലെ 2 സൈഡിലും കൂട്ടി തയ്ക്കുക. അതിനുശേഷം അടിഭാഗം പിന്നെ മടക്കി തയ്ക്കുക. നമ്മുടെ നീളം അനുസരിച്ച് വേണം അടിഭാഗം മടക്കി തയ്ക്കാൻ. നീളം കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മടക്കി തയ്ക്കുക. ഇപ്പോൾ ഇവിടെ സ്ലീവ് 2ഉം കൂട്ടി തയ്ച്ചിട്ടുണ്ട്. 2 ഭാഗത്തും കണ്ടോ സ്ലീവ് തൊട്ട് താഴത്തെ എൻഡ് പോർഷൻ വരെയും അതുപോലെ അടിഭാഗം മടക്കി തയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന, റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് ഈ ഇലാസ്റ്റിക് നൈറ്റി. ഇപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലേസ് ഒക്കെ വെച്ച് നമുക്ക് കൂടുതൽ ഭംഗിയാക്കുകയും ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റെഡിമെയ്ഡ് നൈറ്റിയിലൊക്കെ ഇതേപോലെയുള്ള പൂവൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇവിടെ വെക്കുകയോ അല്ലെങ്കിൽ ഈ ഷോൾഡർ പോർഷനിൽ ഇങ്ങനെ വെക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് വലിയ വിലയൊന്നുമില്ല. മീറ്ററിന് 10-15 രൂപയൊക്കെ ഇതിന് വരികയുള്ളൂ. കുറച്ച് 3-4 പൂ വെട്ടി ഇതുപോലെ ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കൂടുതൽ ഭംഗിയാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ നൈറ്റി ഒന്ന് തയ്ച്ച് നോക്കുക. ഈ നൈറ്റി തയ്ച്ചാൽ നിങ്ങൾക്ക് അടുത്ത പ്ലീറ്റഡ് നൈറ്റിയൊക്കെ വളരെ ഈസി ആയിട്ട് തയ്ക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.